ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 74. സുധന്വാഖണ്ഡ പരശുർദാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃഗ്വ്യാസോ വാചസ്പതിരയോനിജ. ഹരി ഓം. ഹരി ഓം. 567 നാമം സുധന്വ. ശോഭനമായ ധനുസ്, ശാർംഗം എന്ന വില്ലുള്ളവൻ, ശാർംഗധരൻ, അതാണ് സുധന്വ. 568 നാമം ഖണ്ഡ പരശുഹു. പരശുരാമ അവതാരത്തിലെ ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു പരശു. ഈ പരശുവിനെ കൊണ്ട് ആണ് 21 വട്ടം ശത്രുക്കളെ, ക്ഷത്രിയരെ നിഗ്രഹിച്ചത്. അങ്ങനെ ഈ പരശുവിനെ കൊണ്ട് ശത്രുക്കളെ ഖണ്ഡിച്ചു, അവരെ ഇല്ലായ്മ ചെയ്തു എന്നതിനാൽ ശത്രുക്കളെ ഖണ്ഡിക്കുന്ന പരശു എന്ന ആയുധത്തെ ധരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഖണ്ഡ പരശുഹു. 569 നാമം ദാരുണഃ. അധാർമിക പ്രവർത്തികൾ ചെയ്യുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നവൻ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു ശത്രുവായിട്ട്, അല്ലെങ്കിൽ അവർ പേടിക്കുന്ന ഒരാളായിട്ട് അവർ കാണുന്നത് ഭഗവാനെയാണ് എന്നതിനാൽ അവർക്ക് ദാരുണനാണ് ഭഗവാൻ, അതാണ് ദാരുണഃ. 570 നാമം ദ്രവിണപ്രദഃ. ദ്രവിണം എന്നാൽ ധനം എന്നാണ്. തന്നെ ആശ്രയിക്കുന്ന, തന്നിൽ ശരണാഗതി അടയുന്നവർക്ക് ആവോളം ധനത്തെ കൊടുക്കുന്നവൻ. ഇവിടെ കുചേലനെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. കുചേലന് ആവോളം ധനത്തെ കൊടുത്തവൻ എന്ന അർത്ഥത്തിലാണ് ദ്രവിണപ്രദ എന്ന് പറയുന്നത്. 571 നാമം ദിവസ്പൃക്. ദിവം എന്നതുകൊണ്ട് ആകാശം അഥവാ സ്വർഗത്തെ മുട്ടി നിൽക്കുക. അവിടെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വർഗത്തെ എന്നതുകൊണ്ട് സ്വർഗത്തെയും കടന്നു പോകുന്നത് എന്നൊക്കെ അർത്ഥമാക്കണം. കാരണം ഭഗവാന്റെ ആ ഒരു ശിരസ് നിൽക്കുന്നത് ബ്രഹ്മലോകത്താണ്. അപ്പോൾ ആ സ്വർഗത്തെയും സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന അത്രയും വലിപ്പമുള്ള ആ ശരീരത്തോടു കൂടിയവൻ എന്നർത്ഥത്തിൽ ദിവസ്പൃക്. 572 നാമം സർവദൃക് വ്യാസഃ. ഇതിനെ 2 രീതിയിൽ അർത്ഥം പറയുന്നുണ്ട്. ഒന്ന്, സർവദൃക് വ്യാസഃ. സർവദൃക് എന്നാൽ സർവജ്ഞരായിട്ടുള്ള ആളുകളെ കൂടുതൽ ആളുകൾക്കൊരു ആ ഒരു മോക്ഷപ്രാപ്തിക്കുള്ള ആഗ്രഹത്തെ കൊടുത്ത് അവരെ സർവജ്ഞരാക്കുന്നു. അങ്ങനെ സർവജ്ഞന്മാരെ ഒരുപാട് സൃഷ്ടിക്കുക, വിസ്തരിക്കുന്നവൻ, അവരെ ഒരുപാട് സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സർവദൃക് വ്യാസഃ. അവരുടെ ആ ഒരു എണ്ണത്തെ വർദ്ധിപ്പിക്കുന്നു എന്നതിനാൽ ഒരു നാമം സർവദൃക് വ്യാസഃ. ഇനി സർവദൃക് എന്ന് ഒരു നാമം, അതായത് എല്ലാം കണ്ടറിയുന്നവൻ എന്ന അർത്ഥത്തിൽ ഒരു നാമം. മറ്റൊന്ന് വ്യാസഃ. വ്യാസഭഗവാനായിട്ട് വന്നതും ഭഗവാൻ മഹാവിഷ്ണു തന്നെ എന്നതിനാൽ സർവദൃക് വ്യാസഃ, രണ്ടുമായവൻ എന്ന അർത്ഥത്തിലാണ് ഇത്. മറ്റൊരർത്ഥം പറയുന്നത് സർവദൃക് വ്യാസഃ. 573 നാമം വാചസ്പതിരയോനിജഃ. ഇവിടെയും വാചസ്പതിഹി അയോനിജഃ. വാചസ്പതി എന്നാൽ വിദ്യയുടെ നാഥൻ, അറിവിന്റെ നാഥനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഈ ഭഗവാൻ ഒരമ്മയിൽ നിന്ന് ജനിക്കുന്നില്ല, സ്വയംഭൂവാണ്. അതുകൊണ്ട് അയോനിജഃ. അങ്ങനെ വിദ്യയുടെ നാഥനും അയോനിജനുമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ വാചസ്പതി അയോനിജഃ. ഹരി ഓം.